ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എന്റെ വീട് അല്ലെ, എന്റെ വീട് എന്ന ഒരു ചെറിയൊരു പദ്യം പഠിച്ച റൈംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മള്. ഓക്കെ, അത് ഇന്ന് ആഫിയ കുട്ടിയാണ് ഫസ്റ്റ് പാടുന്നത്. ഓക്കെ ആഫിയ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പാടിയേ. എല്ലാവരും ശ്രദ്ധിക്കണേ. എന്റെ വീട് ചന്തമുള്ള വീട്, എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ ആഫിയ കുട്ടിക്ക് അല്ലേ. നെക്സ്റ്റ് ആരാ പാടുന്നത്? ഫാത്തിമ എം. ഓക്കെ, ഫാത്തിമ കുട്ടിയാണ് അടുത്ത പാടുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിക്കണേ, എല്ലാരും പാടിപ്പിക്കുവേ. ഫാത്തിമ നെറ്റ് പോയോ? അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട്, ഭാവിയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ ഫാത്തിമക്ക്. എല്ലാ മക്കളും. ആരും കൊടുക്കുന്നില്ല? ഓക്കെ, നെക്സ്റ്റ് ആരാ പോയം പാടുന്നേ? ആ പദ്യം ആരാ പാടുന്നേ? ആരാണ്? ഒന്ന് കൈ കാണിച്ച് എല്ലാവരും. ഹർഷാൽ. ഓക്കെ, ഹർഷാൽ ഒന്ന് പാടിയേ നോക്കട്ടെ. എന്റെ നല്ല വീട്, എന്റെ വീട്. ചന്തമുള്ള വീട്, എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? നെക്സ്റ്റ് റിഹാൻ കൈവെക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, റിഹാൻ പാടിയ. റിഹാനെ. എന്റെ നല്ല വീട്, ചന്തമുള്ള വീട്, എന്റെ വീട്. അച്ഛനുണ്ട് വീട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട് വീട്, ചേച്ചിയുണ്ട്. ഓക്കെ, വാവയുണ്ട്, ഞാനുമുണ്ട്. ഓരോരാളും അവരവരുടേതായ രീതിയിൽ പാട്ട് ഓരോന്നും ഉണ്ടാക്കുവാണല്ലേ. ഓക്കെ, നല്ല മക്കളാണേ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ധൻദേവ്. ധൻദേവ് ഇതാ ഇവിടെ കൈവെക്കുന്നുണ്ടല്ലേ. ധൻദേവ് പാടിക്കോ. എന്റെ നല്ല വീട്, എന്റെ വീട്. ചന്തമുള്ള വീട്, എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ. ഇഷിത ഇതാ ഇവിടെ നമുക്ക് ഒരു പുതിയൊരാൾ കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ. ഇഷിത കേട്ടോ, അത് ആദ്യമായിട്ട് ക്ലാസ് കേറാണേ. ഇതെല്ലാവരും ഒരു ഹായ് പറഞ്ഞേ ഇഷിത കുട്ടിക്ക്. ഒരു ഹായ് പറഞ്ഞ എല്ലാവരും ഇഷിതക്ക്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? നെക്സ്റ്റ് ആരാ പാടുന്നേ? ഓക്കെ, ഇവിടെ ഹർഷാല് പാടിയില്ലേ? ഇനി മാനവ് ഷൈജു. എല്ലാരെയും പാടിപ്പിക്കാം കേട്ടോ. എന്തു നല്ല വീട്. നീ പാട്. ചന്തമുള്ള വീട്, എന്റെ വീട്. ഇനിയോ? അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനുമുണ്ട്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? നിഷാൻ. ഓക്കെ, നിഷാൻ. നിഷാൻ പ്ലീസ് അൺമ്യൂട്ട്. വേഗം പാടും നിഷാനെ. അൺമ്യൂട്ട് ചെയ്തിട്ട്. അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ നിഷാൻ? പാടിക്കോ.
പഠിക്കാം. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, ഭാര്യയുണ്ട് വീട്ടിൽ, ഞാനുമുണ്ട് വീട്ടിൽ. ഓക്കെ, എല്ലാവരും അവരവരുതായ രീതിയിൽ പാട്ട് ഉണ്ടാക്കുവാണ്. ഓക്കെ, ഗായത്രി അനീഷ്. സ്വന്തമുള്ള വീട്. എന്തു നല്ല വീട്. സ്വന്തമുള്ള വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, വാവയുമുണ്ട് വീട്ടിൽ, ഞാനുമുണ്ട് വീട്ടിൽ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? നിഹാര. നിഹാര ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പാടി. നിഹാര. എന്തു നല്ല വീട്, ചന്തമുള്ള വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, വാവയുണ്ട് വീട്ടിൽ, ഞാനുമുണ്ട് വീട്ടിൽ. ഓക്കെ, ഇനി നിഹാല് പാടിയേ. നിഹാലേ. നല്ല വീട്. എന്റെ വീട്. ചന്തമുള്ള വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ഒരു ചേച്ചിയുമുണ്ട്, ബാവയുമുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? സായക്ക്. സായക്ക് പാടിയേ. ചന്തമുണ്ട് വീട്. എന്തു നല്ല വീട്. എന്റെ വീട്. കഴിഞ്ഞോ? കഴിഞ്ഞോ? പിന്നെ ഓക്കെ, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എല്ലാരും പാടുന്നുണ്ടേ. അപ്പൊ ഇനി ആരാ പാടാനുള്ളത്? ഇനി ഇഷിതയാണ്. ഇഷിത പഠിച്ച മോളേത്? ഇഷിതക്കറിയോ? പാടിക്കോ. എന്തു നല്ല വീട്, എന്റെ വീട്. ചന്തമുള്ള വീട്. എന്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേച്ചിയുണ്ട് വീട്ടിൽ, വാവയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ജാനകി മനു. ജാനകി മനു, മുട്ടായിയൊക്കെ തിന്നുന്നുണ്ടോ? പാടിക്കോ. എന്തു നല്ല വീട്. പാട് മിസ് കൂടെ പാട. വേഗം നല്ല നല്ല പൊന്നുമോളല്ലേ, വേഗം പാട്. എന്തു നല്ല വീട്. എല്ലാ മക്കളും പാടിയില്ലേ? വേഗം. കുഞ്ചു മാത്രമേ പാടാനുള്ളൂ. പാട്. കുഞ്ചു പാടിക്കഴിഞ്ഞാ ഇപ്പതാ മിസ് അമ്മ ആദ്യം മുട്ടായി വാങ്ങിത്തരും. നല്ല നല്ല പാട് പാട്. ഓർക്കപ്പാട്. ലൗഡ് ലൗഡ്. എന്ത് നല്ല വീട്. എന്തു നല്ല വീട്. വീട്. ഓർക്കപ്പാട്. വീട്. പാട്. ചന്തമുള്ള വീട്. എന്റെ വീട്. ഓക്കെ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനും. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും അറിയുന്നതായിട്ടാണോ ഇത് പാടാതിരുന്നത്? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? എല്ലാരും പാടിയല്ലേ? നവമി കുട്ടി പാടിയോ? നവമി പാടിയില്ലല്ലോ.
നവമി പാടിയേ, നവമി വേഗം പാടും. എന്തു നല്ല പഴയ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, ഇവിടെ ആദ്യമായിട്ട് ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് പഠിക്കാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏതൊക്കെ പാട്ട് പഠിച്ചു? ആ ആ അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം. ആ ആ ആന ആന, ആന കേറാമല ആകാശം. നെക്സ്റ്റ് ഏതാ പഠിച്ചത് നമ്മള്? വീട്. എന്തു നല്ല വീട് എന്റെ വീട്, ചന്തമുള്ള വീട് എന്റെ വീട്, അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട് വാവയുണ്ട് ഞാനുമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ പാട്ട്. ഓക്കെ, എല്ലാവരും പാടുന്നത് പാടി പഠിക്കണേ. ഓക്കെ നവമി. നെക്സ്റ്റ് പേജ് കണ്ടോ മക്കളെ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും അവരവരുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഓക്കെ, നെക്സ്റ്റ് പേജ്, അതായത് 5th പേജ്, 5ാമത്തെ അല്ലെ? പേജ് നമ്പർ 5 ഒന്ന് നോക്കിയേ. എത്രയാണ് പേജ് നമ്പർ? 5 അല്ലെ? 5. എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിറം കൊടുക്കുക എന്നാണ്. അപ്പൊ മക്കൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്താ വർക്കിന്ന്? നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിറം കൊടുക്കുക. ആരൊക്കെയാ ഉള്ളത് നമ്മുടെ വീട്ടിൽ? ഇവിടെ കുറെ പേരെ കാണിക്കുന്നുണ്ട് ഉണ്ടോ? ആരൊക്കെയുണ്ട് വീട്ടിൽ അല്ലെ? അതാണ് ചോദ്യം. ആരൊക്കെയുണ്ട് വീട്ടിൽ? എല്ലാവരും വീട്ടിൽ ഇപ്പൊ നമ്മൾ പാടിയതുപോലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനുമുണ്ട്. അങ്ങനെ ഉണ്ടാവണമെന്നില്ല അല്ലേ? അപ്പോ ചിലവർക്ക് ചേച്ചി ഉണ്ടാവില്ല, ചിലവർക്ക് അനിയനാണ് ഉണ്ടാവുക അല്ലെ? അപ്പോ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അതിന്റെ ഇതില് കഴിവുക. ഉണ്ടോ? ഇത് നമ്മുടെ വീട്. ഇതാ ഒരു വീടുണ്ട്, ചുറ്റും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് മിസ്സിനെ അത് കളർ ചെയ്തിട്ട് എല്ലാവരും പേഴ്സണൽ നമ്പറിൽ സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ഇപ്പോഴല്ല, നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉള്ള സമയത്ത് കേട്ടോ. നിങ്ങക്ക് നല്ല രസമല്ലേ കളർ കൊടുക്കാൻ? ആണോ? യെസ് ഓർ നോ? ആണെങ്കിൽ ആണെന്ന് പറയണം കേട്ടോ. വേഗം ഇങ്ങനെ കൈ കാണിക്കണം. എല്ലാ ടീച്ചേഴ്സിനോടും എന്ത് ചോദിക്കുമ്പോ എന്ത് ചെയ്യണം? അതിന് ആൻസർ കൊടുക്കണം അല്ലെ? യെസ് ഓർ നോ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കളർ കൊടുക്കാൻ ഇഷ്ടാണല്ലോ. ആരൊക്കെയാ വീട്ടിലുള്ളത് നിങ്ങൾക്ക് അറിയാലോ? അറിയില്ലേ? അറിയാം. ഓക്കെ, അപ്പൊ അവർക്ക് മാത്രം കളർ കൊടുക്കണം. ഋഷിദേവ് പാട്ട് പാടിയോ? നമ്മുടെ ഋഷിദേവ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? പാടിക്കോ. ആ ആ അമ്മ പാടിയേ. ഏതെങ്കിലും പാടിക്കോ. അമ്മയെ പോലെ ആന ആന, ആന കേറാമല ആകാശം. ഓക്കെ, വെരി ഗുഡ് ഋഷിദേവേ. എന്ത് നല്ല വീട് പാടുന്നോ? നല്ല വീട് പാട്. യെസ്, പാടിക്കോ. എന്തു നല്ല വീട്. നല്ല മോനാണിപ്പാ. ചന്തമുള്ള വീട് എന്റെ വീട്, അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ബാവയുണ്ട്, ഞാനുമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വർക്കാണ് ഇത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ വർക്കാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. ആരൊക്കെയുണ്ട് വീട്ടിൽ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? കളർ കൊടുക്കണം കേട്ടോ. ഇപ്പൊ അല്ല കേട്ടോ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മള് റ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ നവമിക്കുട്ടി പഠിച്ചിട്ടുണ്ടാവൂല റ അല്ലെ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? നോക്കാം. റെഡിയാണോ? യെസ് ഓർ നോ? എവിടെ തമ്പ് കാണിച്ചില്ലല്ലോ, ധൻദേവ് കാണിച്ചില്ലല്ലോ. നിഹാല് റെഡി അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം, എഴുതി നോക്കാം നമുക്കല്ലേ. ഒന്ന് ദാ ഇവിടെ ശ്രദ്ധിക്കുക എല്ലാ മക്കളും. ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ റ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട്. നവമിക്കുട്ടി, ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് എടുത്തോ കേട്ടോ. സ്ലേറ്റ് എടുത്ത ടെക്സ്റ്റ് ബുക്ക് അവിടെ നിന്നോട്ടെ. സ്ലേറ്റ് കൂടി എടുക്കുക. എടുത്തിട്ട്
റാ എന്ന ഒരു അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നവമി ഇന്ന് ഇഷിതി ആദ്യമായിട്ട് കയറുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് റാ അല്ലെ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ലെഫ്റ്റ് നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്ക് പോയി അവിടെ വെച്ചു. ഇതല്ലേ എന്താണ് അക്ഷരം? എന്താണ് ഗായത്രി ഇത്? റാ. ഓക്കെ, വിച്ച് ലെറ്റർ? റായാണ് ഇതല്ലേ. ഓക്കെ, ആരാണ് എന്റെ ബോർഡ് ഉപയോഗിക്കുന്ന ആള്? അടി വേണോ? ഒന്ന് വായിച്ചു കഴിഞ്ഞേ. ആരാണ്? ധൻദേവ് ആണല്ലോ, കാണുന്നുണ്ട് ഇവിടുന്നേ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? അടുത്ത അക്ഷരം എഴുതാൻ എന്താണെന്ന് വഴിന്നറിയോ നിങ്ങക്ക്? നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. അപ്പൊ റാ ഓൾറെഡി എല്ലാവരും പഠിച്ചു അല്ലെ. ഇഷിത എഴുതിക്കോ, സ്ലൈറ്റിൽ എഴുതിക്കോ. ഇതാ ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ റാ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഏതാണെന്നറിയോ? രാ. രായാണ് ഇന്ന് പഠിക്കേണ്ടത്. രാ. എങ്ങനെയാണ് രാ എഴുതുന്നത് നമുക്ക് നോക്കാം. ഒരു വിഷമൂല. റാ എഴുതിയെടുത്തുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടണം. ഓക്കെ, രായായി അല്ലേ? സിമ്പിൾ അല്ലേ? ആണോ? ഓക്കെ, വെരി ഗുഡ്. ജാനകിമന് സൂപ്പറായി എഴുതിയിട്ടുണ്ട് അല്ലേ? സിമ്പിൾ ആണല്ലേ? റാ പഠിച്ച ആൾക്ക് രാ എഴുതാൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണതാ? ഈ റാ മിസ് എഴുതി വെച്ചെടുത്തുന്നേ ഉണ്ടോ? രാ എഴുതാൻ എന്താ വേണ്ടെന്നറിയോ? ഇതാ ഇങ്ങനെ അവിടെ കൂട്ടിയാൽ മതി. ഈസിയാണോ ജാനകി മനു? ഈസിയാണോ? ലോലിപോപ്പ് മാറ്റി വെക്കടാ. ഓക്കെ, സൂപ്പർ തന്നെ കേട്ടാ. എഴുതിയത് സൂപ്പറാണ്. ഓക്കെ, അപ്പൊ അടുത്ത ആരാ എഴുതിയ നോക്കട്ടെ മിസ്? രാ. രാ എങ്ങനെയാ എഴുതുന്ന മനസ്സിലായോ? ഇവിടുന്ന് ലെഫ്റ്റിൽ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് റാ എഴുതി. റാ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൂട്ടണം. അപ്പൊ എന്തായി? രാ. എന്താ വായിക്കുക? രാ. സേ പറഞ്ഞോണ്ട് എഴുത്. സേ ആൻഡ് റൈറ്റ്. പറഞ്ഞോണ്ട് എഴുതിയേ മക്കള്. രാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. ഓക്കെ, അപ്പോ റാ എഴുതി കഴിഞ്ഞാൽ, റാ പഠിച്ചു കഴിഞ്ഞാല് രാ എന്തായി? ഈസിയാണ് അല്ലേ റിഹാന്? എഴുതിയോ റിഹാൻ? ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ആഫിയ നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. റിഹാൻ എഴുതി നല്ല സൂപ്പർ ആയിട്ട്. നെക്സ്റ്റ് ആരാ? റിഹാൻ നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ആഫി എഴുതി. ധൻദേവിന്റെയും ഹർഷാലിന്റെയും മിസ് കണ്ടില്ലല്ലോ. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മക്കളെ. ഓക്കെ, സായക്ക് എഴുതിയോ? സായക്ക്. നിഷാൻ. വെരി ഗുഡ്. നിഷാൻ എഴുതിയോ? നിഷാൻ. നിഹാരെഴുതും. നിഹാലിന്റെയും കണ്ടില്ലല്ലോ എഴുതിയത്. നിഷാൻ ഇതിലാണോ എഴുതുന്നത്? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ 2 ലൈൻ ഒരു ബുക്ക് ഉണ്ട് അല്ലേ? ആ ബുക്കിൽ നമ്മൾ റാ ഓൾറെഡി എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒരു പേജ് നിറയെ മിസ് റാ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 2 ലൈൻ ബുക്കില്. അപ്പൊ അടുത്ത അത് അന്നത്തെ ഡേറ്റ് ഇട്ടില്ലേ? ഇനി ഇന്നത്തെ എന്നാ എഴുതേണ്ടെന്ന് അറിയോ? രാ. അടുത്ത പേജില് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ആർക്കാണ് അവിടെ ഉറക്കം തൂക്കുന്നത്? അടുത്ത പേജിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത്? രാ എന്ന് എഴുതണം. ഓക്കെ, അതുപോലെ നമ്മുടെ അക്ഷരദീപം ബുക്കുണ്ടല്ലോ, അക്ഷരദീപം ബുക്കില് നമ്മൾ ആദ്യം കുറെ എന്തൊക്കെ ഇങ്ങനെ ചെരിച്ചിട്ടും നീളത്തിലും ഒക്കെ വരക്കാനുണ്ടായിരുന്നു. അത് മക്കൾ ആദ്യം ചെയ്യണം അല്ലേ? കേൾക്കുന്നില്ലേ മക്കളെ? ഓക്കെ, ആ അക്ഷരദീപം ബുക്കില് നിങ്ങൾ ആദ്യം നിവർത്തി പിടിക്കുമ്പോ അതിൽ എന്താ കാണുക? ഇത് ഓക്കെ, സൂപ്പർ. ഗായത്രി അനീഷ് നല്ല സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ വരയും ഇങ്ങനെ ഉണ്ടോ? ജാനകി മനു ഉണ്ടോ? ഇഷിതക്കുട്ടി? അക്ഷരദീപം ബുക്കിലൊന്ന് നിവർത്തി നോക്കണം നിങ്ങൾ കേട്ടോ, കോപ്പി ബുക്ക്. അപ്പൊ അതിലുണ്ടാവും ഇങ്ങനെ ചെരിച്ചിട്ട് വരക്കാൻ, വളച്ചിട്ട് വരക്കാൻ. ഒക്കെ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? റാ എഴുതേണ്ടത് അല്ലെ? എങ്ങനെയാ വരക്കാനുണ്ടായിരുന്നത്? ഏതൊക്കെയോ ചിത്രങ്ങൾ വരക്കാനുണ്ടായിരുന്നു അല്ലെ? ഇങ്ങനെ ചെരിച്ചിട്ട് വരക്കാനുണ്ടായിരുന്നു അല്ലെ? ഇങ്ങനെയെല്ലാം എഴുതാനുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതണേ. അപ്പൊ നിങ്ങളുടെ കൈ നല്ല നീറ്റിൽ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് റാ എഴുതുക.
ആ 2 ലൈൻ ബുക്കില് മക്കളെ ഒന്ന് നേരെ എഴുതണം കേട്ടോ. 2 ലൈൻ ബുക്കില് 2 ലൈൻ ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതണേ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എന്നാ പഠിച്ചത്? ര അല്ലേ? എങ്ങനെ എഴുതുക ര? ഓക്കെ. ഇവിടുന്ന് എടുത്തു, റാ എഴുതി, ഉള്ളിൽ കൂട്ടി ര. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. മിസ് അടുത്ത ക്ലാസ്സിൽ ഏതൊക്കെ അക്ഷരം ചോദിച്ചു നോക്കുവേ, ഓർമ്മയുണ്ടോന്ന്. ജാനകി മനു എഴുതി. ഹർഷാൽ എഴുതിയോ? ഹർഷാലെ, ആഫിയ, ഗായത്രി അനീഷ്, മാനവ് ഷൈജു, നെക്സ്റ്റ് നിഷാൻ. ഓക്കെ, വെരി ഗുഡ്. ആ രാ എഴുതുമ്പോണ്ടല്ലോ മോനെ മാനവേ, ആ 2 ലൈൻ ബുക്കില് കണക്കിൽ എഴുതണം. അത് അമ്മ ഇപ്പഴേ എഴുതണ്ട കേട്ടോ. അതില് ആദ്യം മോനെ സ്ലേറ്റിൽ എഴുതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് എഴുതിയാ മതിയേ. നെക്സ്റ്റ് ഋഷിദേവ്. ഋഷിദേവ് എഴുതിയോ? സായൊക്കെ എഴുതി, ഇഷിത എഴുതിയിട്ടുണ്ട് സൂപ്പറായിട്ട്. റിഹാൻ, റിഹാൻ അതിന്റെ ഇടയിൽ എന്താ പരിപാടി? വേറെ ഗോയിങ് റിഹാൻ. ഓക്കെ. ഹർഷാൽ എന്താ ഇവിടെ പരിപാടി? എഴുതിയോ? നിഹാര, നിഹാല്, നവമി. ഓക്കെ, എല്ലാവരും എഴുതിയോ? ധൻദേവ്, ഫാത്തിമായം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു അക്ഷരങ്ങള്? റാ, ര പഠിച്ചോ? എന്താ ഗായത്രി ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരത്തിന്റെ പേരെന്താ? പറഞ്ഞോ. റായും, റാ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അല്ലേ? റായും രായും പഠിച്ചു അല്ലേ? റാ, ര പഠിച്ചോ എല്ലാവരും? അപ്പൊ റായും രായും ഒന്ന് ഒറ്റയ്ക്ക് എഴുതിയേ നോക്കട്ടെ. അതൊക്കെ മായിച്ചിട്ട് ഒന്നുകൂടി ആ സ്ലേറ്റിൽ എഴുതിയേ. റാ, ര, റാ, ര. ഓക്കെ. സായക്ക് രണ്ടും കൂടി എഴുതിയ. റാ എഴുതുക, എന്നിട്ട് രാ എഴുതുക. എഴുതിയ മക്കളെ? ജാനകി എഴുതുന്നുണ്ടോ എന്റെ ഇടയില്? ഹർഷാൽ അവിടെ വെറുതെ ഇരിക്കുവാണോ? ഇതാ ആഫി ഒരുപാട് തവണ എഴുതിയിട്ടുണ്ട്. റാ, രാ, റാ, രാ അല്ലേ? വെരി ഗുഡ്. എഴുതിയോ ഗായത്രി? വെരി ഗുഡ്, എഴുതി. നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ധൻദേവ് എഴുതുന്നുണ്ടോ? നവമി എഴുതുന്നുണ്ടോ? ഓക്കെ. ഇഷിത എഴുതിയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. മാനവേ മോനുണ്ടല്ല, സ്ലേറ്റിൽ എഴുതിയതിന് ശേഷം ആ 2 ലൈനിൽ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാ എഴുതണ്ട കേട്ടോ. ചെറുങ്ങനെ എഴുതിയത് കറക്റ്റ് ആണ്, പക്ഷെ ആ 2 ലൈനിൽ ടച്ച് ചെയ്യണം കേട്ടോ. അതിലധികം പുറത്തേക്ക് പോകരുത്. ഋഷിദേവ് എഴുതിയോ? ഋഷിദേവേ, ഫാത്തിമായം. ഓക്കെ. അപ്പൊ നമ്മള് റാ പഠിച്ചു, രാ പഠിച്ചു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ മക്കളും എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോ അടുത്ത ക്ലാസ്സിൽ മിസ് ചോദിക്കും ഏതൊക്കെയാ പഠിച്ചെന്ന്. റാ, ര ഒന്നുകൂടി പഠിച്ചാൽ അധികാവോ? പഠിക്കാൻ പറ്റുമോ? ആരാ അതിൻ്റെ ഇടക്ക് എന്തൊക്കെയോ തിന്നുന്നുണ്ടേ? എല്ലാം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഇപ്പൊ നമ്മള് റാ, രാ ഒക്കെ പഠിച്ചു അല്ലെ? ഇനി അടുത്ത് നമുക്ക് എന്താന്ന് പഠിക്കേണ്ടെന്ന് അറിയോ? തായാണ് അല്ലെ? അധികാവോ മക്കൾക്ക്? ത. അപ്പൊ എങ്ങനെയാ? ദാ രാ എഴുതി അല്ലെ? രാ എഴുതി നമ്മളിങ്ങനെ മുകളിലേക്ക് തരാ അല്ലെ? എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ആയി എന്ത്? താ അല്ലെ? നമ്മൾ രാ പഠിച്ചു, ഓൾറെഡി നമ്മൾ രാ പഠിച്ചു അല്ലെ? ഇതാ എങ്ങനെയാ? രാ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. രാന്ന് രാ അല്ലെ? അപ്പൊ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്ന തായായി. എളുപ്പല്ലേ? ഈസിയാണോ? ഒന്ന് കൈ കാണിച്ചേ. ഈസി ആണെങ്കിൽ, ഈസി ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. റിഹാൻ ഈസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് ത. അപ്പോ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒന്നുകൂടി മിസ് രാ മുതൽ എഴുതണേ. ഇതുണ്ടോ? ഇത് ക്ലിയർ ചെയ്യുന്നേ. ഒന്നുകൂടി എഴുതാം നമുക്ക്. റാ, നെക്സ്റ്റ് രാ, നെക്സ്റ്റ് ത. രാ എഴുതി പുറത്തേക്ക് കൊണ്ടുവന്നു ത.
അല്ലെ? 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. റ, ര, ത. ഓക്കെ, എഴുതുന്നില്ലേ എല്ലാ മക്കളും? ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ ഹോംവർക്കില് നിങ്ങൾ അക്ഷരദീപത്തില് ര മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഒരുപാടൊന്നും എഴുതണ്ട. ആ റ മാത്രം ഒരു പേജിൽ എഴുതിയാൽ ആ അതിലുള്ളതിന് കണക്കായി നിങ്ങൾ എഴുതണം ഇന്നത്തെ ഡേറ്റ്. ഓക്കെ, അപ്പൊ ഇത്ര നമ്മൾ താഴെ എഴുതി കഴിഞ്ഞു എല്ലാ മക്കളും? കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ മക്കളെ? അതെ അല്ലേ? അപ്പോ അടുത്തത് അല്ലേ? ഓക്കെ, എല്ലാവരും നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ആ ഫാത്തിമയുടെ നല്ല നീറ്റ് എഴുതി അല്ലേ? സിമ്പിൾ ആണ് അല്ലേ? അപ്പോ ഇനി നമുക്ക് എന്താണെന്ന് അറിയോ? നാളെ നല്ലൊരു കഥയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ പഠിച്ചിട്ട് വരുമോ ആ കഥ? എന്താണെന്നറിയോ? അടുത്ത പേജ് നോക്കിയേ. ഇന്ന് പറഞ്ഞ വർക്കിന്റെ തൊട്ടിപ്പുറം കണ്ടോ? ഇതെല്ലാം മക്കൾ അടുത്ത ക്ലാസ്സിലേക്ക് മാത്രം എല്ലാം ചെയ്താൽ മതി കേട്ടോ. ഒന്നിച്ച് ഒരുപാട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം ചെയ്താം. ഇനി 6ാമത്തെ പേജ് കണ്ടോ മക്കൾ? ഇവിടെ ഇതെന്താ? എന്താണ്? ചങ്ങാതി. ചങ്ങാതി. ചങ്ങാതി എന്ന് പറഞ്ഞ ആരാ? ആരാ ഈ ചങ്ങാതി? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചങ്ങാതിമാരുണ്ടോ? ഉണ്ടെങ്കിൽ എസ് കാണിക്കണമെന്ന് മിസ് കൊറേ പ്രാവശ്യമായി പറയും. ഓക്കെ, ചങ്ങാതി എന്ന് പറഞ്ഞ ആരാ ഇംഗ്ലീഷില്? ഫ്രണ്ട് അല്ലെ? ഫ്രണ്ട്. ഓരോരാൾക്കും ഫ്രണ്ട്. അച്ഛനാണോ? ഓരോരാൾക്കും അവരവരുതായ ഫ്രണ്ട് ഉണ്ട് അല്ലേ? ഉണ്ട്. കളിക്കാൻ പോകുന്ന അവരെ കൂടി ആയിരിക്കും അല്ലെ നമ്മള്? അപ്പോ എന്ത് ചെയ്യാ? ചങ്ങാതിനെ എല്ലാവർക്കും അറിയാം അല്ലെ? ഫ്രണ്ടിന്. അപ്പൊ അതുപോലെ ഒരു ചങ്ങാതി ഇവിടെ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? നിങ്ങളുടെ ചങ്ങാതിമാർ ആരൊക്കെ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളൊരു കഥയാണ് അല്ലെ ഇവിടെ? എന്താണ് ഈ കഥയില്? നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് നോക്കി വെക്കണം കേട്ടോ. അമ്മയോട് ചോദിക്കണം, ഇത് എന്താണ് അമ്മേ കഥ അല്ലെ? എനിക്ക് ആരെങ്കിലും ഒരാൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ചിത്രത്തിൽ ആരെയൊക്കെ കാണുന്നു? ആരൊക്കെയാ ചിത്രത്തിൽ കാണുന്നു ഇവിടെ? ആ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആരൊക്കെയാ നമ്മളിവിടെ കാണുന്നത്? ആരൊക്കെയാ? ആരാ പറയുന്നേ? ആഫിയ. ആരൊക്കെയാ കാണുന്ന ആഫിയ? കാക്ക, എലി, മാൻ. ഓക്കെ, കാക്ക, എലി, മാൻ അല്ലേ? ആ 3 ഫ്രണ്ടുകളെ നമ്മളിപ്പോ കാണുന്നല്ലേ ഫ്രണ്ട്സിനാ? ഓക്കെ, 3 പേരുണ്ട്. കാക്കയുണ്ട്, എലിയുണ്ട്, മാനുണ്ട് അല്ലെ? അങ്ങനെ അവര് സുഖമായി അങ്ങനെ വനത്തില് സുഖമായി ജീവിക്കണേ. ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടും, കളിക്കും. അങ്ങനെ അവര് ഓരോന്നും ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണേ. അപ്പോഴേക്ക് ഒരു ദിവസം എന്താവുന്നറിയോ? ഈ മാൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു വലയിൽ കുടുങ്ങും അല്ലേ? വലയിൽ കുടുങ്ങി. എന്നിട്ടോ എങ്ങനെയാ വലയിൽ കുടുങ്ങിയല്ലേ? വേടനാണ് ഒരു വലയില് കുടുക്കിയത് അല്ലേ? ഓക്കെ, എന്നിട്ട് ആരാ അതിനെ രക്ഷപ്പെടുത്തുന്നേ? അവിടെ കാണുന്നുണ്ടോ നിങ്ങള്? കാക്ക എലീനെ എടുത്ത് പറക്കുന്നുണ്ടോ അടുത്തൊരു പിക്ചറില്? എന്നിട്ട് എന്ത് ചെയ്യും? എലി ആ വല കടിച്ചു മുറിക്കും. കടിച്ചു മുറിച്ചിട്ട് ആ വേടന്റെ കെണിയിൽപ്പെട്ട ആ മാനിനെ അവരെന്ത് ചെയ്യും? രക്ഷിക്കും. ആരാ രക്ഷിക്കുന്നത്? ഫ്രണ്ട് അല്ലേ? അവരുടെ ഫ്രണ്ട്. ഓക്കെ, അപ്പോ നല്ല ചങ്ങാതി അല്ലെ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട പറഞ്ഞെന്താ? നല്ല ചങ്ങാതിമാരുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ എല്ലാ കാര്യം നമുക്ക് എപ്പോ അവര് രക്ഷയ്ക്കെത്തും അല്ലെ? നമ്മുടെ ഏത് വലിയ ആപത്തിൽ പെട്ടുകഴിഞ്ഞാലും നമ്മളുടെ ചങ്ങാതി നല്ലവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെ? അതല്ലേ ആ കഥയിൽ നമുക്ക് മനസ്സിലായത്. ഓക്കെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ഗുണപാഠം കൂടി നമ്മൾ അതിൽ നിന്ന് പഠിച്ചു അല്ലെ? നിങ്ങൾക്കില്ലേ അങ്ങനത്തെ ചങ്ങാതിമാര്? ആപത്തിപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിയെത്തുന്ന ചങ്ങാതിമാര് ഉണ്ടോ? ഓടിയെത്തും അല്ലേ? അപ്പോ എല്ലാവർക്കും ചങ്ങാതിമാരുണ്ട്. ഇങ്ങനെ ഓടിയെത്തുന്ന ചങ്ങാതിമാരാണോ നിങ്ങൾക്കുള്ളത്? ആണോ?
എന്തെങ്കിലും വീഴുവോ പൊട്ടോ ഒക്കെ ചെയ്യുമ്പോ നിങ്ങളെ രക്ഷപ്പെടുത്തലുണ്ടോ ചങ്ങാതിമാര് ഉണ്ടോ? അപ്പോ ഇതിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അപ്പോ നിങ്ങൾക്കും അങ്ങനത്തെ നല്ല ചങ്ങാതിമാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആപത്തില് നിങ്ങളെ സഹായിക്കുമല്ലേ, അവര് ഹെൽപ്പ് ചെയ്യും അല്ലെ? അതല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരാൾ അവിടുന്ന് നല്ല 4 മണിയുടെ ഫുഡ് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയേ അല്ലെ? ഇത് ശരിയല്ല കേട്ടോ റിഹാന, എല്ലാവർക്കും കൊടുക്കണേ. കഴിക്കുമ്പോ പിന്നെ നമുക്കെല്ലാം തരേണ്ടി വരും, ടീച്ചറിനും ആ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കേണ്ടി വരുവേ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ഈ കഥ എന്ത് ചെയ്യണം? അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് മക്കൾ പഠിച്ചിട്ട് വരണം കേട്ടോ. എന്താണ് അതിന് കിട്ടുന്ന ഗുണപാഠം? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലെ? നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് ആപത്തിലും അവര് രക്ഷ കിട്ടും അല്ലെ? അതാണ് യഥാർത്ഥ സുഹൃത്ത് അല്ലെ? ഓക്കെ, ആത്മമിത്രം എന്നൊക്കെ പറയാം അല്ലെ? അവരെയാണ് നമ്മൾ നല്ലതുപോലെ സ്നേഹിക്കേണ്ടത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം ഇന്ന്? 1, നമ്മുടെ വീട്ടിലുള്ളവർക്ക് കളർ കൊടുക്കണം. 2, ര എന്ന അക്ഷരം എഴുതണം. ഓക്കെ, ഹോംവർക്ക് കുറേശ്ശെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ ഒന്ന് മിസ് അറ്റൻഡൻസ് എടുക്കുക കേട്ടോ. മാനവ് ഷൈജു ഒന്ന് കൈപൊക്കിയേ. മാനവ് ഷൈജു. നിഷാൻ കൈപൊക്കുന്നില്ലേ നിഷാനെ? നെക്സ്റ്റ് റിഹാൻ. നെക്സ്റ്റ് ഗായത്രി അനീഷ്, ജാനകി മനു. ഓക്കെ, സായക്. സായക് ഇന്ന് ലീവാണെന്ന് തോന്നല്ലോ. അല്ല, ഋഷിദേവ്. ഓക്കെ ഉണ്ട്. നിഹാരാനി, നിഹാൽ ഉണ്ടോ? അവരിന്ന് ലീവാണോ? ഉണ്ട്. ഓക്കെ, നവമി ധൻദേവ് ഇല്ലേ? ധൻദേവേ ഉണ്ട്. ഹർഷാൽ ഈ മിസ് വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ലാവോ? ഒന്ന് കൈപൊക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ആഫിയ. ഓക്കെ, ഇഷിത ഇല്ലേ? ഫാത്തിമ എം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പ്രസന്റ് ഉണ്ട് അല്ലേ ഇന്ന്? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ എന്ത് ചെയ്യാ മക്കളെ? മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഓക്കെ, നല്ല മക്കളായിട്ടിരിക്കണേ. ഓക്കെ, ബൈ ഇല്ലേ? ബൈ. ഈ ലോലിപോപ്പ് തിന്ന കുറച്ച് കുറക്കണേ അല്ലേ, അല്ലെങ്കിൽ പല്ലൊക്കെ പോവേ. ഓക്കെ, ബൈ. See you.